ഹായ് ഹലോ എല്ലാവർക്കും ടാരോ ടോക്ക് 1111 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഏപ്രിൽ മന്തിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ചേഞ്ചസ്, യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ് ആൻഡ് നിങ്ങൾ എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ്. സോ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ഇതൊരു ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിങ്സിന് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, സോ 1 മിനിറ്റ് നിങ്ങൾക്ക് മെഡിറ്റേറ്റ് ചെയ്യാവുന്നതാണ്. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഈ ഒരു റീഡിങ്സിലോട്ട് നിങ്ങളുടെ ഫോക്കസ് കൊണ്ടുവരിക. Justice, Ace of Wands, 8 of Swords, 8 of Cups, King of Swords, Emperor, 10 of Swords, 5 of Cups, Page of Swords and 10 of Cups. ഓക്കെ, ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് ടവർ കാർഡാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് കാർഡ് നമുക്ക് വന്നിരിക്കുന്നത് ജസ്റ്റിസ് ആണ്. സോ നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾ വെയിറ്റ് ചെയ്ത ഒരു കാര്യത്തിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്നു. ആ ഒരു കർമ്മ എഫക്റ്റ് ആവാൻ പോകുന്നു എന്നുള്ളതാണ്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാകാം, അല്ലെങ്കിൽ കരിയറിലാകാം, അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിലാകാം. അതിനൊരു എന്താണോ നീതി അത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഹോണസ്റ്റും അതുപോലെ തന്നെ സിൻസിയറായിട്ടാണ് നിന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഫലം ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് ഏസ് ഓഫ് വോൺസ് കാണാം. അതായത് ഒരു പുതിയ തുടക്കത്തിനുള്ളൊരു ചാൻസ് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഫോളോ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് മേ ബി എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടി വരുന്നതാകാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇൻസ്പിറേഷനോ അങ്ങനെ എന്തെങ്കിലും ഒരു പുതിയ തുടക്കത്തിനുള്ള അവസരങ്ങൾ വന്നേക്കാം. അപ്പോൾ നിങ്ങൾ മോട്ടിവേറ്റഡ് ആയിട്ട് അത് പിന്തുടർന്ന് പോവുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുമോ എന്ന് ചോദിച്ചാൽ യെസ് എന്നാണ് അതിൻ്റെ ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 8 ഓഫ് സോഡ്സ് ആണ് കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങൾ മെൻ്റലി ട്രാപ്ഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. നിങ്ങൾക്ക് സെൽഫ് ഡൗട്ട് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങളെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുകയാണ്. അതായത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളിൽ ആ ഒരു ഭയം നിങ്ങളെ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ സ്റ്റക്കായി നിർത്തിയേക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ ബ്രേക്ക് ചെയ്ത് നിങ്ങൾ വരേണ്ട ടൈമാണ്. മേ ബി നിങ്ങൾക്ക് ആ ഒരു ഫീലിങ്സൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം നെക്സ്റ്റ് മന്തിൽ. ബട്ട് നിങ്ങൾ അത് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിൽ നിന്നും ഓവർകം ചെയ്യണം എന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് 8 ഓഫ് കപ്സ് കാണാം. അതായത് നിങ്ങൾ ഇമോഷണലി തളർത്തുന്ന കാര്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ നിന്ന് മാറിപ്പോവുക എന്നുള്ളതാണ്. അതായത് ഈ വരുന്ന മാസം നിങ്ങളെ ഇമോഷണലി ഡ്രെയിൻ ആക്കുന്ന കാര്യങ്ങളിൽ നിന്നും മാറിപ്പോകാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അത് റിലേഷൻഷിപ്പായാലും കരിയർ വൈസ് ആയാലും ഫ്രണ്ട്ഷിപ്പ് വൈസ് ആയാലും നിങ്ങൾ അത്രയും പെയിൻഫുൾ ആക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷണലി നിങ്ങൾ പീസ്ഫുൾ ആകുന്ന കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുക. അതിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ട് പോവുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കിങ് ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ കുറച്ചുകൂടെ ക്ലാരിറ്റിയോടുകൂടി തിങ്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഇമോഷൻസ് വെച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നതിന് പകരം നിങ്ങൾ കുറച്ചുകൂടെ ബുദ്ധിപരമായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എല്ലാത്തിനും ഒരു ക്ലാരിറ്റി, വ്യക്തതയൊക്കെ വരുത്തിയതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക, മുന്നോട്ട് പോവുക. അതിന് ശേഷം നമുക്ക് എംപറർ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ ഒരു പവർഫുള്ളായിട്ടുള്ളൊരു പേഴ്സണായി മാറണം എന്നുള്ളതാണ്. അതായത് നിങ്ങളെ ആരും കൺട്രോൾ ചെയ്യരുത്. ബട്ട് നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാനായാലും എല്ലാത്തിനും ഒരു ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു പവർഫുള്ളായിട്ടുള്ളൊരു ഫിസിക്കലി ആയാലും മെൻ്റലി ആയാലും സ്ട്രോങ് ആയിരിക്കുക എന്നുള്ളത്. നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളൊക്കെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസ് ആയിരിക്കണം എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു ലോങ് ടേം ഗോൾസൊക്കെ സെറ്റ് ചെയ്യാനും പ്ലാൻ ചെയ്യാനും പറ്റിയ ബെസ്റ്റ് മന്താണ് നെക്സ്റ്റ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 10 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്കൊരു പെയിൻഫുൾ എൻഡിങ്സ് അല്ലെങ്കിൽ ഒരു അവസാനം, ഒരു
മേ ബി ഏതിൻ്റെങ്കിലും ആകാം, ലൈക്ക് കരിയർ വൈസോ റിലേഷൻഷിപ്പ് വൈസോ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഏതോ ഒരു ഏരിയയിൽ ആ ഒരു എൻഡിങ് വരാൻ പോകുന്നു എന്നുള്ളതാണ്. അത് ഒരു പുതിയൊരു സൈക്കിളിൻ്റെ ബിഗിനിങ്ങിന് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ പെയിൻഫുള്ളാണ് എന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക, അത് മുന്നോട്ട് പോവുക. കാരണം നിങ്ങൾക്ക് അതൊന്നും വലിയ ഓപ്പർച്യൂണിറ്റീസ് വരാനാണ് എന്ന് മനസ്സിലാക്കി അത് ഓവർകം ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് 5 ഓഫ് കപ്സ് ആണല്ലോ വന്നേക്കുന്നത്. അപ്പം ആ ഒരു പെയിൻഫുൾ എൻഡിങ്ങിനെ ഓർത്ത് നിങ്ങൾ റിഗ്രറ്റ് ചെയ്യാനും ഡിസപ്പോയിൻമെൻറ്റോട് കൂടി ഇരിക്കുന്നതൊക്കെ കാണാൻ പറ്റും. സോ പാസ്റ്റിൽ നമുക്ക് നടന്നുപോയ ലോസസ് അല്ലെങ്കിൽ നമ്മൾക്ക് നഷ്ടമായ ഓപ്പർച്യൂണിറ്റീസിനൊക്കെ ഓർത്ത് നിങ്ങൾ നെക്സ്റ്റ് മന്തിൽ റിഗ്രറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ വിഷമിച്ച് ഇരിക്കരുത് എന്നുള്ളതാണ്. ഇരിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം നിങ്ങളത്രയും ആഗ്രഹിച്ച കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് പോവുക, അല്ലെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് ഹാപ്പിനെസ് തരുന്ന, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും എക്സ്പെക്റ്റേഷൻസ് വെച്ചിരിക്കുന്ന കാര്യങ്ങളിലായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ഡിസപ്പോയിൻമെൻറ്റ്സ് വരിക. നിങ്ങളപ്പോൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോക്കസ് വേറെ എങ്കിലും കൊണ്ടുവരിക എന്നുള്ളതാണ്. ഹീലിങ്ങും ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് പേജ് ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനായാലും ഒരു ക്യൂരിയസ് ആയിരിക്കും നിങ്ങൾ. ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓവർ തിങ്കിങ് ഉണ്ടാകാം. പഴയ ഈ പറഞ്ഞ പാസ്റ്റിലെ കാര്യങ്ങളെക്കുറിച്ച് ഓവർ തിങ്കിങ്, അതിനെക്കുറിച്ച് ഓർത്ത് ഡെസ്പാകാനൊക്കെ ചാൻസ് ഉണ്ട്. സോ അതൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഫൈനലി നമുക്ക് 10 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് അല്ലേ. അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ കാർഡാണ്, ഒരു ഹാപ്പിനെസ്സിൻ്റെ ഒക്കെ ഒരു കാർഡാണ്. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലേക്ക് ഒരു ഗുഡ് ന്യൂസ് എന്തായാലും വരുമെന്നുള്ളതാണ്, ഒരു പോസിറ്റിവിറ്റി വരുമെന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓവറോൾ റീഡിങ്സിൽ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഒരു പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുന്നതൊക്കെ കാണുന്നുണ്ടെങ്കിലും ആ ഒരു മെൻ്റലി ഡൗൺ ആക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകും. അതിൽ നിങ്ങൾ ഡിസപ്പോയിൻമെൻറ്റ് വന്നേക്കാം. അതുപോലെ നിങ്ങളതിൽ നിന്നും ഓവർകം ചെയ്യണം, ഇതും നമുക്ക് വന്നിട്ടുണ്ട്. സോ അതൊക്കെ നിങ്ങൾ ഓവർകം ചെയ്യുക, പോസിറ്റീവായിട്ടുള്ള എനർജീസ് ക്ലെയിം ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് ടവർ കാർഡാണ് വന്നിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു പെട്ടെന്ന് ഒരു ചേഞ്ചസ് വരാൻ പോകുന്നു എന്നുള്ളതാണ്. അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു ഓവറോൾ എനർജിയിലും കാണാൻ പറ്റുന്നത്. അതായത് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് നെസസറി ആണ്. എന്തായാലും ഈ ഒരു മന്ത് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു അവേക്കനിങ് പോലെയാണ്. ആൻഡ് പഴയ ആ ഒരു കാര്യങ്ങളിൽ നിന്നും പഴയ നിങ്ങളുടെ ശീലങ്ങൾക്കൊക്കെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു മന്താണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫൗണ്ടേഷൻ കുറച്ചുകൂടെ സ്ട്രോങ് ആയി റീബിൽഡ് ചെയ്യേണ്ടതാണ്. അത് ഏതർ നിങ്ങളുടെ കരിയർ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ, ഏതാണോ നിങ്ങൾ വീക്കായിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അതിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക, സ്ട്രോങ് ഫൗണ്ടേഷൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇനി നമുക്ക് നിങ്ങൾക്കുള്ള യൂണിവേഴ്സൽ അഡ്വൈസസും കൂടെ നോക്കാം. 4 of Cups, Knight of Swords, 7 of Wands, 8 of Wands and 6 of Pentacles. Okay. 4 ഓഫ് കപ്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുമെന്ന് നമ്മൾ ഓൾറെഡി റീഡിങ്സിൽ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഉള്ളൊരു, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കത്തില്ല നിങ്ങൾ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു അഡ്വൈസായിട്ട് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് വരുന്ന അവസരങ്ങൾ നിങ്ങൾ മിസ് ചെയ്യരുത് എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു മോട്ടിവേറ്റഡ് അല്ലാണ്ടിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലായ്മയൊക്കെ ഉണ്ടാകാം. പക്ഷേ ഈ പുതിയ അവസരങ്ങളൊക്കെ വരിക എന്നുള്ളത് അതൊക്കെ ഒരു ബ്ലെസ്സിങ്സാണ്. സോ അതിനൊക്കെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ മാറ്റിയെടുക്കുക. ഓക്കെ, നിങ്ങൾ ഇഗ്നോർ ചെയ്യരുത് അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യരുത് എന്നുള്ളതാണ്. പുതിയ പുതിയ അവസരങ്ങൾ വരുമ്പോഴത്തേക്ക് മേ ബി അത് ഈവൻ ചെറിയ കാര്യങ്ങളായാൽ കൂടിയും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന അത്രയും വരത്തില്ല.
വരത്തില്ലായിരിക്കാം. എന്നാൽ കൂടി നിങ്ങൾക്ക് വരുന്ന അവസരങ്ങൾ നിങ്ങൾ പാഴാക്കരുത്. ഓക്കെ, യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ആയിട്ട് കാണണം, അത് അക്സെപ്റ്റ് ചെയ്യണം, മുന്നോട്ട് പോകണം. നെക്സ്റ്റ് നമുക്ക് നൈറ്റ് ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ കുറച്ചുകൂടി ആക്ഷൻ ഓറിയൻറ്റഡ് പേഴ്സണായി മാറണം എന്നുള്ളതാണ്. നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളുടെ ഭയമൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾ തന്നെ ഇറങ്ങി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ പെട്ടെന്ന് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ക്വിക്കായിട്ട്, അതായത് പെട്ടെന്ന് തന്നെ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് വന്നിട്ടുള്ളത്. അനാവശ്യമായിട്ടുള്ള ഓവർ തിങ്കിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് 7 ഓഫ് വോൺസ് ആണല്ലേ. അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാനായിട്ട് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. മേ ബി നിങ്ങളൊപ്പം നിൽക്കാൻ ആരും ഉണ്ടാവത്തില്ല, നിങ്ങൾ ഒറ്റയ്ക്ക് ഇന്ന് തന്നെ ഫൈറ്റ് ചെയ്യേണ്ടി വരും. ചാലഞ്ചസും കോമ്പറ്റീഷനൊക്കെ ഈ ഒരു മാസം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ സ്ട്രോങ് ആയി നിങ്ങളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 8 ഓഫ് വോൺസ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഫാസ്റ്റായിട്ടുള്ളൊരു എനർജിയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുക, സ്ട്രോങ് ആയിരിക്കുക, നിങ്ങൾക്ക് അതിനുള്ള പ്രോഗ്രസ് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. ഓക്കെ, ഒരു ക്വിക്കായിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ആൻഡ് നിങ്ങൾ ആ ഒരു പെട്ടെന്ന് വരാൻ പോകുന്ന ആ ഒരു മാറ്റങ്ങളെയൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾ മെൻ്റലി ആയാലും ഫിസിക്കലി ആയാലും റെഡി ആയിരിക്കുക. ആൻഡ് ഫൈനലി നമുക്ക് 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളെല്ലാം ഒരു ബാലൻസിൽ കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ കൊടുക്കുന്നതായാലും വാങ്ങുന്നതായാലും അതൊരു ബാലൻസിൽ കൊണ്ടുപോകുക. ആ ഒരു ടൈം ആയാലും പൈസ ആയാലും എല്ലാത്തിനും ഒരു ബാലൻസ് വേണമെന്നാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ റിലേഷൻഷിപ്പ് കേസിൽ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ലവ്, കെയർ, എഫേർട്സ് ഇതൊക്കെ ഈക്വലായിരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ കരിയറിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം, നമ്മളുടെ ഹാർഡ് വർക്ക്, ഇതെല്ലാം ഒരു ബാലൻസിൽ കൊണ്ടുപോകുക. ഇപ്പോൾ വർക്ക് ലൈഫ് ബാലൻസ് എല്ലാം ഒരു ബാലൻസിൽ നിങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഓവറോൾ നോക്കുമ്പോഴത്തേക്കും യൂണിവേഴ്സ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഓപ്പൺ മൈൻഡഡ് ആയിട്ടിരിക്കുക, നിങ്ങൾ ബോൾഡായിട്ടുള്ള ആക്ഷൻസ് എടുക്കേണ്ട സമയമാണ്. നിങ്ങൾ ഫിയർ നിങ്ങൾ മാറ്റുക എന്നുള്ളത്. നിങ്ങൾക്കുള്ളിൽ ആ ഒരു ഭയം അല്ലെങ്കിൽ സെൽഫ് ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെയാണ് നിങ്ങളെ പിന്നിലോട്ട് വലിക്കുന്നത്. സോ അതൊക്കെ നിങ്ങൾ മാറ്റി നമ്മൾ മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും ഒരു കാര്യം തുടങ്ങുമ്പോഴത്തേക്കും നമ്മളുടെ മനസ്സിലൊരു ലക്ഷ്യം ഉണ്ടാകും. പക്ഷേ നമ്മൾ അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന വഴിക്ക് നമുക്ക് എപ്പോഴെങ്കിലും നമുക്കൊരു മനസ്സിന് മടുപ്പ് തോന്നി നമ്മളത് ഡ്രോപ്പ് ചെയ്ത് പോകാം. സോ ആ ഒരു മൈൻഡ് സെറ്റ് എത്തുന്ന ടൈമിൽ നിങ്ങൾ ഓർക്കേണ്ടത് നിങ്ങൾ എന്തിനാണ് ആ ഒരു കാര്യം തുടങ്ങി വെച്ചത് എന്ന് ഓർക്കുക. നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളത് കണ്ടിന്യൂ ചെയ്ത് കോൺഫിഡൻസോടു കൂടി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഒരു തിരിച്ചു വരവിനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ മന്താണ് നെക്സ്റ്റ് മന്ത്. സോ നിങ്ങൾക്ക് എല്ലാവിധ നല്ല ചേഞ്ചസും നിങ്ങളുടെ ലൈഫിലേക്ക് വരട്ടെ, എല്ലാ പോസിറ്റിവിറ്റിയും നിങ്ങളുടെ ലൈഫിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളും യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ എഫേർട്സ്, നിങ്ങളിടുന്ന ആ ഒരു ഓരോ എഫേർട്സിനുള്ള റിസൾട്ടും നിങ്ങൾക്ക് യൂണിവേഴ്സ് തരട്ടെ. ഓക്കെ, സോ ഇതായിരുന്നു നമ്മളുടെ ഇന്നത്തെ റീഡിങ്സ് വന്നിട്ട്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക. ആൻഡ് ഇതുപോലുള്ള വീഡിയോസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.